യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി 2021 ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യാം. ഹിസ്റ്ററിയുടെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന ഈ പേപ്പറിൽ 6ാം സെമ്മിലെ ഒരു പേപ്പറാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എഡ്മണ്ട് കാർട്ട്റൈറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം എഡ്മണ്ട് കാർട്ട്റൈറ്റ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കണ്ടുപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം പവർ ലൂമിന്റെ വികസിപ്പിക്കലിന് വൈദ്യുതി ഉപയോഗിച്ച് നെയ്ത്തിയന്ത്രം വികസിപ്പിച്ചെടുക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് എഡ്മണ്ട് കാർട്ട്റൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പവർ ലൂമിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ദിസ് ഇന്നോവേഷൻ റവല്യൂഷണലൈസ്ഡ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യവസായ വിപ്ലവകാലത്ത് ഈ തുണിത്തരങ്ങളുടെ വ്യവസായ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന്റെ ഈ പവർലൂം കണ്ടുപിടുത്തം വളരെയധികം സഹായിച്ചു. 1743 ഏപ്രിലാണ് അദ്ദേഹം ജനിച്ചത്. 1823 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇംഗ്ലണ്ടിലെ യുണൈറ്റഡ് കിങ്ഡത്തിലെ ആണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ പവർലൂം മെഷീൻ ആണ് കാണുന്നത്. അദ്ദേഹം ഇതിനകത്ത് പിന്നീട് കുറെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നു. Cartwright continued to refine his design, making several improvements including the addition of a warp stop motion and a weft stop motion. വാർപ്പും വെഫ്റ്റും, അതായത് നെയ്യുമ്പോൾ വസ്ത്രത്തിന് ഊടും പാവും വെച്ചിട്ടാണ് നമ്മൾ നെയ്യുക. ഊട് നെടുകനെയും കുറുകനെയും നൂലിഴകൾ ചേർന്ന് പോകുന്നതാണ് നെയ്ത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ആ ഊടിനെയും പാവിനെയും, അതായത് നെടുകനെയും കുറുകനെയുമുള്ള നൂലിഴകളെ ഒരു കൃത്യമായ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിന്റെ ചലനം നിൽക്കുന്ന രീതിയിൽ ഒരു പുതിയ അഡീഷൻ കൂടി യന്ത്രത്തിൽ പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വേറെയും സ്പിന്നിങ് മ്യൂൾ എന്ന് പറയുന്ന കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. കാർട്ട്റൈറ്റ്സ് പവർലൂം സിഗ്നിഫിക്കന്റ്ലി ഇൻക്രീസ്ഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ എഫിഷ്യന്റ്ലി. ഈ എഡ്മണ്ട് കാർട്ട്റൈറ്റിന്റെ ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള നെയ്ത്തിയന്ത്രം അഥവാ ലൂമ് തുണിത്തര വ്യവസായത്തിന്റെ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കി. ഇറ്റ് റെഡ്യൂസ്ഡ് ലേബർ കോസ്റ്റ്. തൊഴിലാളികൾക്ക് വേണ്ടിയും പണം മുടക്കുന്നത് കുറഞ്ഞ ചെലവിൽ നടത്താനായിട്ട് സാധിച്ചു. ആൻഡ് ഹെൽപ്ഡ് എസ്റ്റാബ്ലിഷ് ബ്രിട്ടൻ ആസ് ഡോമിനന്റ് ടെക്സ്റ്റൈൽ മാനുഫാക്ചർ. അങ്ങനെ ബ്രിട്ടൻ ഏറ്റവും പ്രമുഖ തുണിത്തര നിർമ്മാണ മേഖലയിലെ വ്യവസായിയായിട്ട് വളർന്നു വരാനായിട്ട് കാരണമായി ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാണ്, ക്യാപ്റ്റൻ സ്വിങ്ങിനെ കുറിച്ചാണ്. വാസ്തവത്തിൽ ക്യാപ്റ്റൻ സിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണോ? അങ്ങനെയല്ല. ക്യാപ്റ്റൻ സിംഗ് എന്ന് പറഞ്ഞൊരു യഥാർത്ഥ വ്യക്തി ഇല്ല. അതൊരു മിത്തിക്കൽ അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുന്നു. ക്യാപ്റ്റൻ സിംഗ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഗ്രേറ്റ് റൈസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, അതായത് കർഷക തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പിന് അത് സഹായകരമായ ഒരു സംഭവ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹി വാസ് എ മിത്തിക്കൽ ഫിഗർ ഹു ബിക്കേം എ സിംബിൾ ഓഫ് ദ സ്വിംഗ് റൈറ്റ്സ്. സ്വിംഗ് റൈറ്റ് എന്ന് പറയുന്ന കലാപത്തിന്റെ പ്രതീകമായിരുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ സിംഗ്. വൈഡ് സ്പ്രെഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് അപ്രൈസിംഗ്, വൻതോതിൽ ഉയർന്നു വന്ന കർഷക തൊഴിലാളികളുടെ ഒരു സമരം, അപ്രൈസിംഗ് ആയിരുന്നു ഈ സ്വിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രതീകമാണ് ഈ നമ്മൾ പറയുന്ന ക്യാപ്റ്റൻ സിംഗ്. വിച്ച് ടുക്ക് പ്ലേസ്. ഈ സമരം നടന്നത് എവിടെയാണ്? സദേൺ ഇംഗ്ലണ്ടിലാണ്. 1830 1831 ഇടയിലുള്ള കാലയളവിലാണ്. ദ സ്വിംഗ് റൈറ്റ്സ്. എന്താണ് സ്വിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്? ദ റൈറ്റ്സ് വെയർ സ്പാർക്ക്ഡ് ബൈ ഇക്കണോമിക് ഹാർഡ്ഷിപ്പ്, ലോ വേജസ്, സാമ്പത്തികമായ കഠിനതകൾ, കുറഞ്ഞ കൂലി തൊഴിലാളികൾക്ക്, ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ അഗ്രികൾച്ചർ മെഷീനറി, പുതിയ കാർഷിക യന്ത്രങ്ങളുടെ ആവിർഭാവം. ഇതൊക്കെ വന്നപ്പോഴേക്കും തൊഴിലാളികൾ വളരെ അവരുടെ കഷ്ടസ്ഥിതിയിലായി. ദാറ്റ് ത്രെട്ടൻഡ് ദ ലൈവ്ലിഹുഡ് ഓഫ് റൂറൽ ലേബറേഴ്സ്, അതായത് ഗ്രാമീണരായ തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ അത് ഭീഷണിയായി തീർന്നപ്പോൾ അവരുടെ കൂലിയൊക്കെ നന്നേ കുറഞ്ഞു. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായി. ദ മിത്തിക്കൽ ക്യാപ്റ്റൻ സിംഗ് കടന്നു വരികയാണ്. ദ നെയിം ക്യാപ്റ്റൻ സിംഗ് വാസ് യൂസ്ഡ് ഇൻ ത്രട്ടണിംഗ് ലെറ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ് സെൻഡ് ടു ഫാർമേഴ്സ്. വലിയ ജന്മിമാരായ കർഷകർക്ക് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഭീഷണി കത്തുകൾ അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് അയക്കുക, ക്യാപ്റ്റൻ സിംഗിന്റെ പേരിൽ. ആൻഡ് ലാൻഡ് ഓണേഴ്സ്, അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. ഭൂവുടമകൾക്കും ഈ കത്തുകൾ അയക്കുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുമ്പോൾ ഡിമാൻഡിങ് ബെറ്റർ വേജസ്, കൂടുതൽ മെച്ചപ്പെട്ട കൂലി തന്നേ മതിയാകൂ എന്നാണ് ആ പോസ്റ്ററുകളിലെയും കത്തുകളിലെയും ഒക്കെ ആവശ്യം. ഇതൊക്കെ ക്യാപ്റ്റൻ സിംഗ് ആണ് ചെയ്യിക്കുന്നത് എന്ന് ആണ് അവിടെ ഒരു പ്രതീതി പറഞ്ഞ് പരത്തപ്പെട്ടത്. ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അപ്പോൾ തൊഴിലാളികളുടെ വർക്കിംഗ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുക, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു വ്യക്തി, ഒരു
എല്ലാവരും ഭയപ്പെടുന്ന ഒരു ക്യാപ്റ്റൻ സിംഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സാങ്കല്പികമായി അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ദ ക്യാപ്റ്റൻ വാസ് ലൈക്ലി എ ഫിക്ഷണൽ ഫിഗർ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല, അതൊരു ഫിക്ഷണൽ ഫിഗർ മാത്രമായിരുന്നു. ബട്ട് ദ നെയിം ബിക്കെയിം സിനോണിമസ് വിത്ത് ദ റൈറ്റ്സ്. പക്ഷേ ഈ പേര് കലാപങ്ങൾക്ക് പര്യായപദമായി മാറി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ ഡിമാൻഡ്സ്, കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഫലം കണ്ടു. ദ സിംഗ് റൈറ്റ്സ് ലെഡ് ടു ഇൻക്രീസ്ഡ് വേജസ്. തൊഴിലാളികളുടെ കൂലി മെച്ചപ്പെടാൻ തുടങ്ങി. ലാൻഡ് ഓണേഴ്സ് അവർക്ക് ഉയർന്ന റൈറ്റേഴ്സിന് പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉയർന്ന വേതനം കൊടുക്കാൻ തയ്യാറായി. വളരെ പുവർ ലോ എന്ന നിയമം റിഫോം ചെയ്തു. ദ റൈറ്റ്സ് ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ റിഫോം ഓഫ് ദ പുവർ ലോ which led to the passage of the Poor Law Amendment Act in 1834. 1834 ആ പുവർ ലോ അമെൻമെന്റ് ആക്ട് പാസ്സായി. അതുപോലെ തന്നെ റൈസ് ഓഫ് ട്രേഡ് യൂണിയനിസം എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ഉയർന്നു വന്നു. The swing rights marked an early example of laborers organizing to demand better working conditions and wages. തൊഴിലാളികൾ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും കൂലിക്കും വേണ്ടിയിട്ട് ആദ്യമായി സംഘടിതമായി നടത്തുന്ന ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. The swing rights were a significant event in British labor history. ബ്രിട്ടീഷ് തൊഴിലാളി ചരിത്രത്തിലെ ഒരു നിർണായകമായ സംഭവമായിട്ട് ഈ സ്വിംഗ് റൈറ്റ്സ് മാറുകയാണ്. highlighting the struggle of rural workers and contributing to the development of trade unions. ഗ്രാമീണ തൊഴിലാളികളുടെ റൂറൽ വർക്കേഴ്സിന്റെ പരിശ്രമങ്ങളെ ആണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ട്രേഡ് യൂണിയനിസത്തിന്റെ ഡെവലപ്മെന്റിനും ഇത് കാരണമായി എന്ന് പറയാം. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു സമര സംഘടനയും മറ്റു കാര്യങ്ങളുമൊക്കെ, അല്ലെങ്കിൽ അവർക്ക് സംഘടിക്കാനൊരു സംവിധാനം രൂപപ്പെടുന്നതും ഈ ക്യാപ്റ്റൻ സിംഗിന്റെ ഈ ചരിത്രത്തോടു കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഹോബ്സൺ ആണ് ദ തിയറി ഓഫ് ഇമ്പീരിയലിസം. നമുക്കറിയാം ജെ ഹോബ്സനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹോബ്സനെ കുറിച്ച് മാത്രം 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഹോബ്സൺ ആണ് ദ തിയറി ഓഫ് ഇമ്പീരിയലിസം. ഹോബ്സനും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വ സിദ്ധാന്തവും എന്നാണ് ചോദ്യം. ജോൺ അറ്റ്കിൻസൺ ഹോബ്സൺ 1858 മുതൽ 1940 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഹി വാസ് എ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആൻഡ് സോഷ്യൽ തിയറിസ്റ്റ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ സൈദ്ധാന്തികനും ഒക്കെ ആയിരുന്നു. ഹു ഡെവലപ്ഡ് എ ഇൻഫ്ലുവൻഷ്യൽ തിയറി ഓഫ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസത്തെ, സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചുള്ള വളരെ സ്വാധീനം ചെലുത്തിയ ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിയതിന്റെ പേരിലാണ് ജോൺ അറ്റ്കിൻസൺ ഹോബ്സൺ അറിയപ്പെടുക. ജോൺസ് ഹോബ്സന്റെ തിയറി എന്താണ്, ഇമ്പീരിയലിസത്തിന്റെ തിയറി എന്താണ്? നമുക്കും കൗതുകമുണ്ടറിയാൻ. അത് ഇങ്ങനെയാണ്. ഹോബ്സൺ ആർഗ്യൂഡ് ദാറ്റ് ഇമ്പീരിയലിസം ഈസ് ഡ്രിവൺ ബൈ എക്കണോമിക് ഫാക്ടേഴ്സ്. എങ്ങനെയാണ് സാമ്രാജ്യത്വം രൂപപ്പെട്ടു വരിക, അതിന്റെ പിന്നിൽ ചില സാമ്പത്തിക ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ഹോബ്സൺ വാദിച്ചത്. പ്രത്യേകിച്ചും പർട്ടിക്കുലർലി ദ ഡിസയർ ഫോർ ന്യൂ മാർക്കറ്റ്സ്, പുതിയ കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ ഇടയിൽ, ഇമ്പീരിയലിസ്റ്റ് കൺട്രീസിന്റെ ഇടയിൽ, ഒരുപക്ഷെ പഴയ സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസും സ്പെയിനും ഒക്കെയാണ്, അവരുടെ മനസ്സുകളിൽ രൂപപ്പെട്ടു. പുതിയ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നല്ല കമ്പോളങ്ങൾ വേണം, നല്ല അസംസ്കൃത പദാർത്ഥങ്ങളും വിഭവങ്ങളും തങ്ങൾക്ക് വേണം, ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തങ്ങൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ബിസിനസ് അവസരങ്ങൾ വേണം. അങ്ങനെ വേണം നമുക്ക് പണം ഉണ്ടാക്കുവാൻ. ബ്രിട്ടനിലാണ് ഈ ചിന്താഗതികളൊക്കെ ആദ്യം ഉണ്ടായത്. വ്യവസായ വിപ്ലവം പോലും രൂപപ്പെടുന്നത് അവിടെയാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് ജോൺ ഹോബ്സന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഈ ഇമ്പീരിയലിസം ഉണ്ടായി? അണ്ടർ കൺസംഷൻ എന്ന് പറയുന്ന ഒരു കാരണം പ്രധാനമായി. ഹോബ്സൺ ബിലീവ്ഡ് ദാറ്റ് ക്യാപിറ്റലിസം ക്രിയേറ്റ്സ് എ ടെൻഡൻസി ടുവേർഡ്സ് അണ്ടർ കൺസംഷൻ. ക്യാപിറ്റലിസം വാസ്തവത്തിൽ അന്തിമമായ ഒരു കുറഞ്ഞ ഉപഭോഗത്തിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മുതലാളിമാരുടെ കയ്യിലാണ് ഭൂരിഭാഗവും പണവും സ്വരുക്കൂട്ടപ്പെട്ടിരിക്കുന്നത്. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിലേ അവർക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സാധനങ്ങൾ കൺസ്യൂം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരുടെ കയ്യിൽ പണമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ജനതകളുടെ കയ്യിൽ പണമില്ലാതെ ഇരിക്കുകയും വളരെ കുറച്ച് സമ്പന്നവർഗത്തിന്റെ കയ്യിൽ മാത്രം പണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൺസംഷൻ, സമൂഹത്തിലെ ഉപഭോഗം കുറയും. കാരണം ഉപഭോഗം ചെയ്യാനുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരുടെ കയ്യിലും പണമില്ല വാങ്ങിക്കുവാൻ എന്നുള്ളതാണ്. അതെ, ഇത് അണ്ടർ കൺസംഷന് തീർച്ചയായിട്ടും ഈ ക്യാപിറ്റലിസ്റ്റിലേക്ക് നയിച്ചു. ആസ് ദ വെൽത്തി അക്യുമുലേറ്റ് മോർ ഇൻകം ദാൻ ദേ ക്യാൻ സ്പെൻഡ്. അവർക്ക് ചെലവഴിക്കേണ്ടതിനേക്കാളും കൂടുതൽ ഇൻകം അവര് വാരിക്കൂട്ടുന്നു എന്നുള്ളത് കൊണ്ട് സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. ദിസ് ലീഡ്സ് ടു സർപ്ലസ് ക്യാപിറ്റൽ. സമ്പന്നന്മാരെ ഒരുപാട് പണം സമ്പാദിച്ചു കൂട്ടുമ്പോൾ അവരുടെ കയ്യിൽ ആവശ്യം കഴിഞ്ഞ് മിച്ചമായിട്ട് ഒരുപാട് പണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ സർപ്ലസ് ക്യാപിറ്റൽ വിച്ച് ഈസ് ദെൻ ഇൻവെസ്റ്റഡ് അബ്രോഡ്, അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഉയർന്ന വരുമാനം സമ്പാദിക്കാം എന്ന് അവർ അന്വേഷിക്കുകയാണ് മാർഗം. സോ ഇമ്പീരിയലിസമാണ് ഇതിന്റെ ഫലമായിട്ടുണ്ടായ മറ്റൊരു ഉൽപ്പന്നം അഥവാ മറ്റൊരു സന്തതി എന്ന് പറയുന്നത്. ഇത്തരം ചിന്താഗതികളൊക്കെ ഒരു കൾമിനേഷൻ ആയിട്ട്, അന്തിമ പരിസമാപ്തിയായിട്ട് ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം ഉണ്ടാകുകയാണ്.
Imperialism is the result of this surplus capital. ഈ മിച്ചമുള്ള മൂലധനം being used to establish colonies and exploit foreign resources. കോളനികൾ സ്ഥാപിക്കുവാനും വിദേശ വിപണികളിലും വിഭവങ്ങളിലും പണം മുടക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നതിനും ഒരു വഴി ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അത്തരം ചിന്ത മുതലാളിത്ത രാജ്യങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുകയാണ്. ഇക്കണോമിക് പാരസൈറ്റിസം ആണ് മറ്റൊന്ന്. ഹോബ്സൺ സോ ഇംപീരിയലിസം ആസ് എ ഫോം ഓഫ് ഇക്കണോമിക് പാരസൈറ്റിസം. ഹോബ്സൺ കണ്ടത് എന്താണ്? ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള പരാത ജീവനമാണെന്ന് പറയാൻ. വേർ ദ ഇമ്പീരിയൽ പവേഴ്സ് എക്സ്പ്ലോയിറ്റ്സ് ദ കൊളനൈസ്ഡ് കൺട്രി. ഈ സാമ്രാജ്യത്വ ശക്തികളെ കോളനി രാഷ്ട്രങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഫോർ ദെയർ ഓൺ ബെനഫിറ്റ്. ആ കോളനി രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നത് സമ്പന്ന രാജ്യങ്ങളുടെ ഇമ്പീരിയൽ കൺട്രീസിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം. ഹോബ്സന്റെ തിയറി, ഇമ്പീരിയലിസത്തെ സംബന്ധിച്ചുള്ള തിയറി പല ചിന്തകന്മാരെയും പിന്നീട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വ്ളാഡിമിർ ലെനിൻ എന്ന് പറയുന്ന റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവാണ്, നമുക്കറിയാം. 1917 റഷ്യൻ ബോൾഷെവിക് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു ലെനിൻ. ലെനിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ലെനിൻ built upon Hobson's ideas in his own work, Imperialism, the highest stage of capitalism. ഇമ്പീരിയലിസം മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ 1916 എഴുതിയ പുസ്തകത്തിൽ തീർച്ചയായിട്ടും അത് ഹോബ്സന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ലെനിൻ. ഇനി റോസ ലക്സംബർഗിനെ സ്വാധീനിച്ചിട്ടുണ്ട്. റോസ ലക്സംബർഗ് ഓൾസോ ഡ്രൂ ഓൺ ഹോബ്സൺസ് ഐഡിയാസ് ഇൻ ഹർ വർക്ക്. റോസ ലക്സംബർഗിന്റെ കൃതികളിലും അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് റോസ ലക്സംബർഗിന്റെ കൃതി. 1913 എഴുതപ്പെട്ടത്. അവിടെയും തീർച്ചയായിട്ടും ഈ ഹോബ്സന്റെ കൃതികൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. റോസ ലക്സംബർഗിനെ കുറിച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ MG യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുമുണ്ട്. അടുത്ത ചോദ്യം റുഡോൾഫ് ഹിൽഫറിങ്ങിനെ കുറിച്ചാണ്. റുഡോൾഫ് ഹിൽഫർഡിങ് എന്നാണ്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ജർമ്മൻ മാർക്സിസ്റ്റ് എക്കണോമിസ്റ്റ് ആയിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു, സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. റുഡോൾഫ് ഹിൽഫർഡിങ് 1877 1941 ഇടയിലാണ്, വേൾഡ് വാർ 1 ഇടയ്ക്ക് കാലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്തുമാവട്ടെ, അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ജർമ്മൻ മാർക്സിസ്റ്റ് എക്കണോമിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റുഡോൾഫ് ഹിൽഫർഡിങ്ങിന്റെ പുസ്തകത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഫിനാൻസ് ക്യാപിറ്റൽ എന്ന്. ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് മാത്രം ക്വസ്റ്റ്യൻ കണ്ടാലും അത് റുഡോൾഫ് ഹിൽഫർഡിങ്ങിന്റെ പുസ്തകമാണെന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടി വരും. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ദ തിയറി ഓഫ് ഇമ്പീരിയലിസം ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസ്ഡ് ക്യാപിറ്റലിസം. സംഘടിത മൂലധന മുതലാളിത്തം എന്ന് പറയുന്ന ഒരു തിയറി, അല്ലെങ്കിൽ ഇമ്പീരിയലിസം എന്നതിനുള്ള തിയറി, അദ്ദേഹം ഈ ആ സങ്കല്പം അദ്ദേഹം രൂപം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ദ ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകം, ദാസ് ഫിനാൻസ് ക്യാപിറ്റൽ, ഇത് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഹിൽഫർഡിങ്സ് മാഗ്നം ഓപ്പസ്, അദ്ദേഹത്തിന്റെ ഉത്തമ സൃഷ്ടിയെന്നോ എടുത്ത് ശ്രദ്ധേയമായ കൃതി എന്നൊക്കെ പറയാവുന്ന കൃതിയാണ്, മാസ്റ്റർ പീസ് രചന എന്ന് പറയാം, മാഗ്നം ഓപ്പസ് എന്ന് പറയാം. അത് മറ്റൊന്നുമല്ല, ഈ പുസ്തകമാണ് ദ ഫിനാൻസ് ക്യാപിറ്റൽ. അതില് എന്താണ് വിശകലനം ചെയ്യുന്നത്? ഇറ്റ് അനലൈസ്ഡ് ദ റോൾ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന്റെ വികാസത്തില് മൂലധനത്തിന്റെ പങ്ക് എന്താണെന്ന് അത് വിശകലനം ചെയ്യുന്നുണ്ട്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഫ്യൂ ലാർജ് ബാങ്ക്സ്, ഏതാനും ചില വമ്പൻ ബാങ്കുകളുടെ കൈകളില് മൂലധനം അത് വർദ്ധിച്ച തോതിൽ മുതലാളിമാരുടെ കയ്യിൽ പണം സ്വരുക്കൂട്ടപ്പെടുമ്പോൾ, ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വമ്പൻ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കയ്യിൽ പണം സ്വരുക്കൂട്ടപ്പെടുമ്പോൾ, ഇറ്റ് വാസ് എ കീ ഫീച്ചർ ഓഫ് മോഡേൺ ക്യാപിറ്റലിസം. അത് തന്നെയാണ് ഇന്നത്തെ ആധുനിക മുതലാളിത്തത്തിന്റെ ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇമ്പീരിയലിസത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഹിൽഫർഡിങ്സ് വർക്ക് ഓൺ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വത്തെ കുറിച്ചുള്ള ഹിൽഫർഡിങ്ങിന്റെ കൃതികള് ഒരു പുതിയ ആശയം റോസ ലക്സംബർഗിനെയും കാൾ മാർക്സിനെയും പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായി എന്നതാണ്. ഹിൽഫർഡിങ്സ് വർക്ക് ഓൺ ഇമ്പീരിയലിസം ബിൽറ്റ് ഓൺ ദ ഐഡിയാസ് ഓഫ് ഈ ഹിൽഫർഡിങ്ങിന്റെ കൃതികള് വാസ്തവത്തിൽ ഊർജം കൊണ്ടത് റോസ ലക്സംബർഗിന്റെയും കാൾ മാർക്സിന്റെയും കൃതികളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഇമ്പീരിയലിസം വാസ് എ നെസസറി ഔട്ട്കം ഓഫ് ദ കോൺട്രഡിക്ഷൻസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് ഈ ഇമ്പീരിയലിസം രൂപപ്പെട്ടു വരുന്നത് എന്ന് പറയുകയാണ്. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. മുതലാളിത്തത്തിലുണ്ടായ വൈരുദ്ധ്യങ്ങളാണ് ഇമ്പീരിയലിസത്തിലേക്ക് നയിക്കുന്നതെന്ന്. ആസ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് സോട്ട് ടു എക്സ്പാൻഡ് ദെയർ മാർക്കറ്റ്സ് ആൻഡ് റിസോഴ്സസ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് അവരുടെ വിപണികളിൽ വികസിപ്പിക്കുവാനും അതുപോലെ വിഭവങ്ങൾ കൂടുതലായി കണ്ടെത്താനും ശ്രമിച്ചതിന്റെ ഫലമായിട്ട്